ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ 4-ാം അധ്യായത്തിലൂടെ പരിശുദ്ധ സഭ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തരുന്ന തിരുവചനങ്ങളുടെ തലക്കെട്ട് ഇപ്രകാരമാണ്: പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. ആരാണ് പ്രവാചകൻ? പ്രവാചകനെക്കുറിച്ച് പലരും പല നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. ലോക പ്രശസ്ത എഴുത്തുകാരൻ ഖലീൽ ജിബ്രാൻ തൻ്റെ ദ പ്രോഫറ്റ് എന്ന പുസ്തകത്തിൽ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിവരിക്കുന്നുണ്ട്. നമ്മളിൽ പലരും അത് വായിച്ചിട്ടുമുണ്ട്. പല നിർവചനങ്ങളിൽ എനിക്ക് സ്വീകാര്യമായി തോന്നിയ ഒരു നിർവചനം ഇതാണ്. പൂന JDVയിലെ പ്രൊഫസറായിരുന്ന ഫാദർ ഡോക്ടർ ജേക്കബ് പറപ്പള്ളിൽ MSFS അദ്ദേഹം ഇപ്രകാരം പറയുന്നു: Who is a prophet? A prophet is the one who comforts the disturbed and disturbs the comfort. A prophet is the one who comforts the disturbed and disturbs the comfort. അസ്വസ്ഥരെ സ്വസ്ഥനാക്കുന്നവനും സ്വസ്ഥരെ അസ്വസ്ഥനാക്കുന്നവനുമാണ് പ്രവാചകൻ. അന്നും ഇന്നും ഈ നിർവചനത്തിന് വലിയ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. യേശുതമ്പുരാൻ എന്ന പ്രവാചകൻ, പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണല്ലോ യേശുതമ്പുരാൻ. സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെട്ടത് ഇതുകൊണ്ട് തന്നെയാണെന്ന് കരുതുന്നു. കാരണം അന്നു സമൂഹത്തിൽ സ്വസ്ഥത അനുഭവിച്ചിരുന്ന വ്യക്തികളെ അവൻ അസ്വസ്ഥരാക്കി. അതേസമയം അസ്വസ്ഥരായിരുന്ന സാധാരണക്കാരായ അനേകരെ അവൻ സ്വസ്ഥരാക്കി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകന്റെ മുഖം നമ്മളിലും പ്രതിഫലിക്കപ്പെടണം. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മാറാൻ, ആരോരുമില്ലാത്തവർക്ക് തണലാകാൻ എപ്പോൾ നമുക്ക് സാധിക്കുന്നു, അപ്പോഴെല്ലാം പ്രവാചകന്റെ മുഖം നമ്മിലൂടെയും ഈ സമൂഹത്തിന് വെളിവാകും. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.